ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ ആ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈൻ എനർജിയുടെ ആ ഒരു ഗൈഡൻസ് ഇന്നത്തെ ഒരു 24 hours ടൈമിൽ നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ദിവസത്തിൽ പല ഓപ്പർച്യൂണിറ്റീസിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മളൊന്ന് അവെയർ ആയിരിക്കേണ്ടത് എന്നുള്ള ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ കാർഡാണ് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ജോലി സ്ഥലത്താണെങ്കിലും ബന്ധങ്ങളുടെ ആ ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു 24 മണിക്കൂറിൽ നമുക്ക് എന്തെല്ലാം സിറ്റുവേഷൻസിലൂടെ ഒരു അപരിചിതര് സ്ട്രേഞ്ചറായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് ഞാനങ്ങനെ വെറും മോശപ്പെട്ട ഒന്നല്ല, പ്രപഞ്ചശക്തിയുടെ ഒരു ക്രിയേഷനാണ്, പ്രപഞ്ചശക്തിയാണ് എൻ്റെ സുപ്രീം പേരൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടി എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് കിട്ടാതെ പോയി, അല്ലെങ്കിൽ മറ്റുള്ളവർ തട്ടിയെടുത്തു, അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞു, ഒറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളിലേക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവരാതെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് ഒരു പ്രതീക്ഷ, ഹോപ്പ് കൈവിടാതെ ഒന്നിനും ഗിവപ്പ് ചെയ്യാതെ വളരെയധികം ആ ഒരു പോസിറ്റിവിറ്റിയിൽ പവർഫുള്ളായിട്ട് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓവറോൾ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥത. അപ്പോൾ വരുന്നത് ആരായാലും അവരുടെ ആവശ്യത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല നമ്മളുടെ ഒരു എനർജി, സമയം, പണം, ആ ഒരു കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നു, അവർ പിന്നൊരു താങ്ക്സ് പോലും പറയാതെ അവർ നടന്ന് നീങ്ങിപ്പോകുന്നു. പിന്നെ അടുത്ത ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയെല്ലാം അല്ലെങ്കിൽ എല്ലാ ആളുകളിൽ നിന്ന് നമ്മൾ കുറച്ച് പേഴ്സണൽ സ്പേസ് കൊടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് അങ്ങ് നമ്മൾ മാറി നിൽക്കുക. നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ പണം ഒക്കെ ഒന്ന് കുറച്ച് പ്രിസർവ് ചെയ്ത് അവരിൽ നിന്നൊക്കെ കുറച്ച് ദൂരെ മാറി നിൽക്കുക. അങ്ങനെ ജീവിതത്തിൽ വന്ന നഷ്ടപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കുറ്റം പറച്ചിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചൂഷണം ചെയ്ത് കാര്യത്തിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇരിക്കാതെ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാത്തിനും ഒരു ശുഭപ്രതീക്ഷ, നാളെ ആ ഒരു രീതിയിൽ നാണയം തിരിഞ്ഞു കറങ്ങും അല്ലെങ്കിൽ കാലചക്രം തിരിഞ്ഞു കറങ്ങും, എനിക്ക് ഫേവറായിട്ട് വരും എന്നൊക്കെയുള്ള രീതിയിൽ കൈവിടാതെ, പ്രതീക്ഷ കൈവിടാതെ നിൽക്കുക എന്ന് പറയുന്നു. അതുപോലെ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് സാധാരണ നമ്മളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിൽ നെഗറ്റിവിറ്റി നമുക്ക് തന്നാൽ അടുത്ത നിമിഷം വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാവും. പക്ഷേ ഇവിടെ പ്രപഞ്ചശക്തി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവരുത്. നമുക്ക് ഈഗോയ്ക്ക് വളരെയധികം ഡെത്ത് സംഭവിച്ചുകൊണ്ട് നമ്മൾ അവരോട് പൂർണ്ണമായും ക്ഷമിച്ചുകൊണ്ട്, എത്ര വലിയ തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരോട് പൂർണ്ണ മനസ്സോടെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് അവർ അറിവില്ലാതെ ചെയ്ത കർമ്മത്തിന് അതിന് വേണ്ട ഒരു പാഠമായോ വെളിച്ചമായോ ഒക്കെ പ്രപഞ്ചശക്തി അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഫലം കൊടുത്തോളും. അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവരോട് പൂർണ്ണ മനസ്സോടെ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു പ്രശ്നം ഞാൻ കളഞ്ഞു വിട്ടു എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ക്ഷമ കൊടുത്ത് ലെറ്റ് ഗോ ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ എല്ലാം നമ്മൾ പൂർണ്ണമായും മറന്നുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വളരെ പ്രതീക്ഷയോടുകൂടി ഞാനൊരു സ്റ്റാറാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ്, പാഷൻസ്, ഗോൾസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഈ രീതിയിലെല്ലാം എൻ്റെ എനർജി വളരെ ബാലൻസ്ഡ് ആണെന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ഒരു സ്റ്റാർ ക്വാളിറ്റിയിലേക്ക് ഉയർത്തി ഇന്നൊരു 24 hours നിർത്തുക എന്നാണ് പ്രപഞ്ചശക്തി നമുക്ക് ഇന്ന് തരുന്ന ആ ഒരു ഗൈഡൻസ്. അപ്പോൾ ഇത് എല്ലാവരും കേൾക്കുന്നവർ ഇതെല്ലാ ഓപ്പർച്യൂണിറ്റീസും ഒന്ന് വരുമെന്നല്ല, എന്തെങ്കിലും ഇതുപോലെ മുന്നിൽ വന്നാൽ നെഗറ്റീവായി ഡൗണായി പോകാതെ
ഈ ഒരു രീതിയിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ഉയർത്തി നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ റീഡിങ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.